ഗുഡ് മോർണിംഗ് ആൾ. ജീവിതം സാധാരണ നിമിഷങ്ങളാണല്ലോ, അവയെ മനോഹരമാക്കുന്നത് നമ്മളല്ലേ. ഇന്നത്തെ മനോഹര ദിവസം ഞാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷേ കുട്ടൂൻ ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് വേഗം ഫ്രഷായി അടുക്കളയിൽ കയറി എന്താ ചെയ്യുക എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഇസു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ അച്ഛൻ്റെ കൂടെ ഒന്നും പോവില്ല. ഞാൻ ചെന്ന് അവനെ എടുത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് ബോയ് ആന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്ന് മോട്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ റെഡി ആവുന്നത് ഞാൻ അടുക്കളയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കി അവൻ അങ്ങനെ നടന്നോളും. അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നത്തെ അവൻ്റെ മെയിൻ ഹോബി ഇതാണ്. രാവിലത്തെ എക്സസൈസ് അവന് മെയിനാണ്. ഞാൻ അടുക്കളയിൽ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ടിന്നൊക്കെ എടുത്തുകൊണ്ട് പോവുക, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് കിടക്കുക. അതാണ് അവൻ്റെ മെയിൻ ഹോബി. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് എന്നും എൻ്റെ ടിന്നുകൾ ഞാനിങ്ങനെ നിരത്തി വെക്കും. ഇവനിതെല്ലാം കൊണ്ടുപോയി അവിടെ ഇവിടെ എടുത്തുകൊണ്ട് വെക്കും. കുറച്ച് നേരം കൊണ്ടു നടക്കും. പിന്നെ എനിക്കൊന്ന് ഫ്രീ ആവാൻ ഇതേ രക്ഷയുള്ളൂ. അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ അതങ്ങ് എടുത്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇന്നത്തെ അല്ല, മിക്ക ദിവസവും ഞങ്ങൾക്ക് ഇഡ്ഡലി തന്നെയാണ്. കാരണം ഇസു രാവിലെ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയുള്ള സാധനങ്ങളെ കഴിക്കുള്ളൂ. അപ്പം ഞാൻ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്, എന്നും ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി അവനങ്ങ് കഴിച്ചോളല്ലോ. ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നും കഴിക്കാൻ. എന്നാൽ കുട്ടു ഒന്നും പറയത്തില്ല, കുട്ടു അങ്ങ് കഴിച്ച് അങ്ങ് പോയിക്കോളും. അവൻ വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ എന്നും ഇഡ്ഡലിയും ദോശയും തന്നെ ഉണ്ടാക്കുള്ളൂ. ഇനി ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. എൻ്റെ പേര് അഞ്ജു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അശ്വിൻ, മോൻ്റെ പേര് ജിയാനെ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഒരുവിധം പേർക്ക് അറിയാൻ മതി. അവൻ്റെ വീഡിയോസ് മാത്രമേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ. അവൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അവൻ്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് കൂടുതൽ റീച്ച് വന്നു. ഞാൻ വെറുതെ അവൻ്റെ വീഡിയോസ് എവിടെയെങ്കിലും ഫീഡ് ചെയ്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരുന്നു. അതിന് നല്ല റീച്ച് കിട്ടിയിട്ടോ. ഇപ്പോൾ അതാ അവൻ നിരത്തി ഇട്ടത് കണ്ടോ. രാവിലെ അതാണ് അവൻ്റെ പരിപാടി. അച്ഛന് പാല് വാങ്ങാൻ വേണ്ടി പാത്രം കൊണ്ട് കൊടുക്കുക. അച്ഛൻ ഇന്നും രാവിലെ പാല് വാങ്ങാൻ പോകും. കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അതാ ഇഡ്ഡലിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിച്ചാൽ മതി. ഇത് കഴിച്ചിട്ട് വേണം കുട്ടുവിന് പാല് വാങ്ങിക്കൊണ്ട് വരാൻ. പാല് വാങ്ങി വന്നിട്ട് വേണം ഓഫീസിൽ പോകാൻ. ഓഫീസിൽ ഇവിടുന്ന് 10-15 മിനിറ്റ് ഉണ്ട്. ഇന്ന് പക്ഷേ നല്ലോണം ലേറ്റായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എന്നും ഒരുമിച്ചിരുന്നിട്ടാട്ടോ കഴിക്കുക. കാരണം ഒരുമിച്ചിരുന്നില്ലെങ്കിൽ ഇസു കഴിക്കില്ല. കണ്ടോ, എന്നും രാവിലെ അവനാണ് പ്ലേറ്റ്. എന്നും രാവിലെയല്ല, എല്ലാ ടൈമും ഫുഡ് കഴിക്കാൻ നേരത്തെ അവനാണ് പ്ലേറ്റ് എടുത്തുകൊണ്ട് വരിക. അവൻ്റെ പ്ലേറ്റ്, അമ്മ പ്ലേറ്റ്, അച്ഛ പ്ലേറ്റ്, അങ്ങനെയാണ് അവൻ അതിനൊക്കെ പ്ലേറ്റിന് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവൻ ആ പ്ലേറ്റ് കൊണ്ടുവന്ന് അവൻ്റെ ടേബിളിൽ വെച്ച് അവൻ അതിൽ കയറിയിരിക്കും. എന്ത് ഫുഡ് കഴിക്കാനാണേലും അവൻ പറയേ അച്ഛ ഇച്ച അമ്മ ഇച്ച എന്ന് പറഞ്ഞ് അവൻ്റെ ചെയർ എടുത്തുകൊണ്ട് വന്ന് അതിൽ കയറിയിരിക്കും കേട്ടോ. പക്ഷേ കഴിക്കലൊക്കെ ഭയങ്കര മടിയാണ്. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ കൊടുക്കും. അവൻ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവൻ കഴിച്ചില്ലെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ല, അവൻ ഫോണിലോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇതെന്തിനാ അമ്മ ഇപ്പോൾ ഫോൺ ഓണാക്കി വെച്ചിരിക്കുന്നതെന്ന്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണിത്. അവൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഫോൺ ഓണാക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നൊന്നും. അതാണ് അവൻ അങ്ങനെ നോക്കുന്നത്. അപ്പം ഞാനും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. അവൻ ഒരു ഇഡ്ഡലി സാധാരണ ആദ്യമൊക്കെ കഴിക്കുമ്പോൾ 1-2 ഇഡ്ഡലിയൊക്കെ കഴിക്കും. ഇപ്പോൾ പക്ഷെ അവന് മടിയാണ്. കണ്ടില്ലേ, ആടി തൂങ്ങിയിരിക്കുക. കഴിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും. അപ്പം അച്ഛനോട് കഴിക്കാൻ പറയാം, അച്ഛാ കഴിക്കുക, അച്ഛനെ വിളിക്കുക, എന്തൊക്കെയോ പറഞ്ഞ് അവൻ അച്ഛനെ വിളിക്കുക. അവന് കഴിക്കാൻ മടിച്ചിട്ടേ ഓഫീസിൽ പോകാൻ റെഡിയാകുന്ന ഏട്ടൻ്റെ ഷർട്ടിൽ എന്തെങ്കിലും ആക്കിയില്ലെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവില്ല. അതിനാണ് ഇങ്ങനെ തൊട്ട് കളിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥിരം റൊട്ടീനാണ് കേട്ടോ. ഇപ്പം അവനും ചോദിക്കും അച്ഛാ എനിക്കും ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ കൂട്ടു ഓഫീസിൽ പോകുമ്പോൾ അവൻ കരയായിരുന്നു കേട്ടോ. അച്ഛൻ എവിടെയോ ടാറ്റ പോവുകയാണെന്ന് വിചാരിച്ചത്. അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൻ കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ പിന്നെ അവൻ അങ്ങനെ കരയല്ല. അച്ഛൻ ഓഫീസിൽ പോവുകയാണ് എന്നവന് അറിയാം. പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന്, കാരണം ഇന്ന് സ്കൂളിൽ പോകാൻ ഒരുപാട് ലേറ്റായി. 10:30 ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തേണ്ടതാണ്. ഇപ്പോൾ 11 മണിയാവും. സ്കൂളെന്ന് പറഞ്ഞാൽ പ്രീ സ്കൂളാണ് കേട്ടോ. അവൻ 1 വയസ്സും 10 മാസമായിട്ടുള്ളൂ. 2 വയസ്സ് മുതലാണ് സ്കൂളിൽ അവിടെ എടുക്കുകയുള്ളൂ. അപ്പം പറഞ്ഞു കുറച്ച് നേരം അവനെ ഇരുത്താൻ വേണ്ടി അങ്ങനെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടാക്കുന്നതാണ്. ഒരു 1-1.5 മണിക്കൂറേ ഇരിക്കുകയുള്ളൂ. രാവിലെ അവന് സ്കൂളിൽ പോകുമ്പോൾ കുറിയൊക്കെ തൊട്ട് വേണം പോകാൻ. അവന് കുറി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനും കുറി തൊടണം. അതവന് മെയിനാണ്. കുറിയൊക്കെ തൊട്ടിട്ടേ ഞങ്ങൾ സ്കൂളിൽ പോലുള്ളൂ. പിന്നെ ഞാൻ വേഗം റെഡിയായി കഴിഞ്ഞ് ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം റെഡിയായി നടന്ന് അവൻ
നടന്നാണ് അവനെ കൊണ്ടുപോവുക. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അവൻ എന്തെങ്കിലും 12 മണിക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് കട്ട് ചെയ്ത് ആക്കൽ. ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ആക്കി വെച്ചത്. അവന് ഇഡ്ഡലി ഇഷ്ടമുള്ളവരെ അവൻ കഴിച്ചോളും. ഇഡ്ഡലിയും വെള്ളം ഞാൻ കൊടുത്തു വിടും. ഞാനതൊക്കെ വേഗം ആക്കി അവനെ തോളത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മേ ടിൻറ്റിൻ്റെ സ്കൂളിൽ പോവാ, ടിൻറ്റിൻ്റെ സ്കൂളിൽ പോവാന്ന്. ആദ്യമൊക്കെ കൊണ്ടാക്കുമ്പോൾ അവൻ കരയായിരുന്നു. ഇപ്പോൾ പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ സ്കൂളിൽ ചെന്ന് വേഗം കയറി ചെല്ലും. എന്നോട് ടാറ്റ പോലും തരാനാണ് അവൻ പോവുക. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടാൻ ചെല്ലുന്നവരെ അവൻ അവിടെ ഇരുന്നോളും കരയാണ്ട്. അവൻ കുടയൊക്കെ ചൂടി, അവന് ഭയങ്കര ഇഷ്ടമാണ് കുടയൊക്കെ ചൂടി ഇങ്ങനെ നടന്നു പോകാൻ. ഇവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളതുകൊണ്ട് പിന്നെ അവനങ്ങനെ, ഇതൊരു ഉള്ളോട്ടുള്ള റോഡാണ്, അപ്പം പിന്നെ അങ്ങനെ വണ്ടികളൊന്നും വരില്ല. അതെ, ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. ഇതാണ് അവൻ്റെ സ്കൂള്. ഈ സ്കൂളിൽ അവനിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ നോക്കി നിൽക്കും, ഡോറ് തുറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ബെല്ലടിച്ച് അപ്പോഴത്തേക്ക് അവൻ ബാഗൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അവിടെ ഒരു അമ്മയുണ്ട്, ആനിയമ്മേൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ തുറക്കാൻ വേണ്ടി നോക്കി നിൽക്കുക. അത് ആനിയമ്മ വന്ന് അവൻ്റെ ബാഗൊക്കെ മേടിച്ച് കണ്ടില്ലേ, അവനങ്ങ് കയറിപ്പോയി. അവന് അമ്മ ഉണ്ടോ, അമ്മ വരുന്നുണ്ടോ എന്നൊന്നും അവൻ നോക്കൂല. പിന്നെ ഞാൻ വേഗം തിരിച്ചു പോകും. അവനെ സ്കൂളിൽ ചേർത്തിട്ട് 1 മന്ത് ആയിട്ടോ. ഫസ്റ്റൊക്കെ ഞാനൊരു 2 വീക്സ് ഞാൻ അവിടെ ഇരിക്കും. കാരണം അവൻ മിക്ക ദിവസവും കരഞ്ഞുകൊണ്ടാണ് വരല്. അമ്മയെ കാണണമെന്നും പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞിട്ടൊക്കെ ഞാൻ പിന്നെ കൂട്ടിക്കൊണ്ടുവരലായിരുന്നു. പിന്നെ അവൻ അവിടെ സെറ്റായി. ഞാൻ ചെന്ന് കൂട്ടിയാലേ അവൻ ഇങ്ങോട്ട് വരുള്ളൂ എന്നായി. അല്ലെങ്കിൽ അവൻ അവിടെ സെറ്റാണ്. അവൻ കൂട്ടിയില്ലെങ്കിൽ അവൻ ഓക്കെ ആണെന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഞാൻ വേഗം വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുക, ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക. ഇന്ന് ഏട്ടൻ ഓഫീസിൽ നിന്ന് വരില്ല. സാധാരണ ഏട്ടൻ ഓഫീസിൽ നിന്ന് വരും, അപ്പോഴത്തേക്കാണ് ഉണ്ടാക്കണമല്ല. അപ്പം ഇന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ് ഉണ്ടാക്കിയത്. ഒരു ഉപ്പേരിയും ചമ്മന്തിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അതാ സ്കൂളിൽ നിന്ന് വിളിച്ചത്. അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വേഗം സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അവൻ ആരുടെയോ സ്നാക്സ് ബോക്സിൽ നിന്ന് വാട്ടർമെലനൊക്കെ കഴിച്ചുകൊണ്ട് വരുന്നു. അമ്മ വാട്ടർമെലൻ എന്നും പറഞ്ഞ് അവൻ എൻ്റെ അടുത്തോട്ട് വന്നു. പിന്നെ ഞാൻ വേഗം ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് ടാറ്റയൊക്കെ അടുത്ത് ആനിയമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ആരുടെയോ ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്, ഏതോ ഒരു ഏട്ടൻ്റെ ചെരുപ്പ്. അവനൊരു സ്ഥിരം ഹോബിയാണ് ആരുടെയെങ്കിലും ചെരുപ്പ് കണ്ട് അതിട്ടുകൊണ്ട് നടക്കുക എന്നുള്ളത്. പിന്നെ അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറണം അവന് പോരുമ്പം. അതൊക്കെ കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവൻ വരുള്ളൂ. ഇതാണ് കേട്ടോ അവൻ്റെ സ്കൂള്. ഇതൊരു വീടായിരുന്നു, ആ വീട് അവർ സ്കൂളാക്കി എടുത്തതാണ്. പിന്നെ അവരെ കളിക്കണം. കാരണം ഞാൻ പിന്നെ വിചാരിക്കും അവൻ വേറെ കളിക്കുന്നൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിപ്പിക്കും. ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അവൻ മറന്നിട്ടൊന്നുമില്ല, വാട്ടർമെലൻ അമ്മേ വാട്ടർമെലൻ എന്ന് പറയുന്നുണ്ട്. ആരുടെയോ സ്നാക്സ് ബോക്സിൽ നിന്ന് കുറച്ച് വത്തക്ക എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അപ്പോൾ അവിടുത്തെ ആനിയമ്മ പറയുന്നുണ്ട് അവൻ്റെ ഇഡ്ഡലി കുറച്ചവൻ കഴിച്ചു. പിന്നെ നോക്കുമ്പോൾ അത് വേറെ ഏതോ കുട്ടീൻ്റെ കയ്യിലുണ്ട്. അവൻ എന്നിട്ട് ഏതോ ഒരു കുട്ടീൻ്റെ സ്നാക്സ് ബോക്സിൽ നിന്ന് വത്തക്ക എടുത്ത് കഴിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അവൻ്റെ കളിയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ അവനുള്ള ലഞ്ചിനുള്ള ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയില്ല. അവന് ഉപ്പേരിയും തൈരും അവൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരിയാണ് അവൻ്റെ ഫേവറേറ്റ്. അപ്പം ഞാനത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പിന്നെ അവിടെ കയറിയിരിക്കണം, പിന്നെ അത് അവനാക്കണം. അതൊക്കെ അവൻ്റെ ഒരു ഫേവറേറ്റ് ഇതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറേയൊക്കെ ഞാൻ ചെയ്യാൻ നോക്കി, പിന്നെ അവൻ തരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവനെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവൻ കുറച്ച് നേരം അതൊന്ന് കളിച്ച് കഴിയുമ്പോൾ അവൻ മടുത്ത് കഴിയുമ്പോൾ അവൻ എനിക്കത് തിരിച്ചു തന്നോളൂ എന്ന് വിചാരിച്ച് ഞാൻ അവനത് കൊടുത്ത്. ഇപ്പം തന്നെ ഒരു 1:30 ആയി. അവന് കഴിക്കാനുള്ള സമയമായി. അപ്പം അവനൊക്കെ അത് കഴിച്ചിട്ട് ലഞ്ച് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉപ്പേരി ഉണ്ടാക്കുക. അവൻ ഓരോ ദിവസം ഓരോ വെറൈറ്റി ഉപ്പേരികളായിരിക്കും. വെറൈറ്റി ഉണ്ടാക്കിയില്ലെങ്കിൽ അവൻ കഴിക്കില്ല. ഉപ്പേരിയാണ് മെയിൻ. അവന് ചോറ് കഴിച്ചില്ലെങ്കിൽ അവൻ ഉപ്പേരി എന്താണേലും കഴിച്ചോളും. ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാ ഉപ്പേരികളും അവൻ കഴിച്ചോളും. അവനിങ്ങനെ അടുക്കളയിൽ വന്ന് ഇങ്ങനെ കയറി ഇരുന്ന് ഇതൊക്കെ കാണാനും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങൾ വേഗം ഇതാക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാനും കൂടെ അവന് കൂടെ ഇരുന്നില്ലെങ്കിൽ അവൻ കഴിക്കില്ല. അവനിതാ ബീട്രൂട്ട് ഉപ്പേരിയും വഴുതനങ്ങ ഉപ്പേരിയും തൈരുമാണ്. എനിക്ക് അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം. അവന് വാരി കൊടുത്താലൊന്നും അവന് പറ്റില്ല. അതുകൊണ്ടല്ല ഉപ്പേരി തൈരിൽ മുക്കിയാണ് അവൻ കഴിക്കുന്നത്. എന്തൊക്കെ വെറൈറ്റികളാണെന്ന് നോക്കണേ. ഇതാണ് അവസ്ഥ. അവൻ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. ലാസ്റ്റ് നിലത്തുനിന്ന് വാരിയെടുക്കണം. ഇതൊക്കെയാണെങ്കിൽ ഞാൻ അവനങ്ങനെ കൊടുക്കും. അവനൊന്ന് ശീലമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ. കുറച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും ഞാനതൊക്കെ എന്നും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അതൊരു ശീലമായി മാറിയിരിക്കുന്നു.
ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ അവനവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തീർത്ത് അവൻ്റെ കൂടെ പോയിരുന്ന് കളിക്കും. കുറച്ച് നേരം കളിച്ച് ബുക്കൊക്കെ വായിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവന് ഉറക്കം വരും. ഉറങ്ങുന്ന സമയമാണേ. അപ്പം ഞാനും അവൻ്റെ കൂടെ കിടന്നുറങ്ങും. ഉറങ്ങി എണീറ്റിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. താങ്ക്